എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് നമ്മുടെ മുന്നത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞ പോലെ നമ്മൾ ലോഡുമായിട്ട് കോട്ടയത്തേക്ക് നമ്മൾ പോവാണ്. നമുക്ക് പോകുന്ന വഴിക്ക് മലപ്പുറത്ത് ഒരു ഓർഡർ ഉണ്ട്, പിന്നെ പത്തനംതിട്ട, അങ്ങനെ കുറച്ച് ഓർഡറൊക്കെ ഉണ്ട്. അതെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ കോട്ടയത്തേക്ക് പോവുക. സമയം ഇപ്പം 5 മണിയായി, ലേറ്റായി. കാരണം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ലോഡ് കയറ്റാൻ വൈകി. 3000 കവുങ്ങ് കയറ്റാനുണ്ടായിരുന്നു. അത് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ലേറ്റായി. വണ്ടി ചെറുതായിട്ടൊന്ന് കഴുകി, ക്യാബിൻ മാത്രം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങുവാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോപ്പ് മാഹിന്ന് എണ്ണ അടിക്കണം. അത് മാത്രമാണ് നിലവിലുള്ളത്. പിന്നെ രാത്രി ഭക്ഷണം കഴിക്കാനും. അപ്പോൾ പിന്നെ ഇവിടെ നേരെ അങ്ങോട്ടേക്ക്. അതിൽ ചിലതെല്ലാം 10 മണിക്ക് മുന്നേ ആണെങ്കിൽ മാത്രം വിളിച്ചാൽ മതി എന്നൊക്കെ ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റേ മലപ്പുറത്തേക്കുള്ളത് കൊടുക്കാൻ പറ്റും. അപ്പം അത് പ്രോപ്പർ മലപ്പുറം അല്ല, മലപ്പുറത്തിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് പഴയങ്ങാടി എത്തിയപ്പോൾ തന്നെ നല്ല ബ്ലോക്ക് കിട്ടി തുടങ്ങി. ഇനി കണ്ണൂർ നല്ല ബ്ലോക്ക് ഉണ്ടാവും. ഇപ്പം ഇനി ഇവിടുന്ന് എപ്പോൾ നീങ്ങി തുടങ്ങുന്ന അറിയില്ല. ഇത് മെല്ലെ മെല്ലെ നീങ്ങി പോകുന്നത്. ഞാനിപ്പോൾ കണ്ണൂർ എത്താറായി. വളപട്ടണം പാലം എത്തുന്നു. ഇപ്പോൾ സമയം 6:30 ആകുന്നു. ഇന്ന് കണ്ണൂർ സിറ്റി കടക്കാൻ വേണ്ടി എത്ര സമയം എടുക്കും നോക്കാം. സമയം 6:30 ആകുന്നു. ഇന്ന് കണ്ണൂർ സിറ്റി കടക്കാൻ വേണ്ടി എത്ര സമയം എടുക്കും നോക്കാം. ഇപ്പം കോഴിക്കോട് ആ ഭാഗത്തേക്കെല്ലാം പോകുമ്പം ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരുന്നത് കണ്ണൂരാണ്. കണ്ണൂർ സിറ്റി കടക്കാനാണ് ഏറ്റവും പാട്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കോഴിക്കോടായിരുന്നു ഏറ്റവും ബ്ലോക്ക് ഉണ്ടായിരുന്നത്. ഇപ്പം കോഴിക്കോട് ബൈപ്പാസൊക്കെ ഒരു 100% പണി കഴിഞ്ഞു, കോഴിക്കോട് ബൈപ്പാസിൻ്റെ. അപ്പം അതുകൊണ്ട് അവിടെ ബ്ലോക്ക് വരുന്നില്ല. അവിടെ റോഡ് ഇപ്പോൾ ഫ്രീ ആയതുകൊണ്ട് 3 ലൈൻ ആയതുകൊണ്ട് അടിച്ച് കിഴിച്ച് പോവാം. ഇപ്പം തൃശ്ശൂർ എറണാകുളമൊക്കെ പോകുമ്പം ഏറ്റവും കൂടുതൽ തൃശ്ശൂർ എറണാകുളം എന്നല്ല, ഞാനിപ്പോൾ സത്യമംഗലം ലോഡ് എടുക്കാൻ പോകാനാണെങ്കിൽ പോലും ഞാൻ വടകരയിൽ നിന്നാണ് തിരിഞ്ഞു പോവാറ്. അപ്പം എങ്ങനെ പോയാലും എനിക്ക് കണ്ണൂർ കിടക്കണമെങ്കിൽ നല്ല പാടാണ്. ഞാൻ ഒരു തവണയൊക്കെ 1 മണിക്കൂറോളം ഞാൻ കണ്ണൂർ സിറ്റിയിൽ കിടന്നിട്ടുണ്ട്. അപ്പം ഇന്ന് എത്ര നേരം എടുക്കുമെന്ന് നോക്കാം കണ്ണൂർ സിറ്റി കഴിയാൻ വേണ്ടി. വളപട്ടണം പാലം ഇപ്പം കയറി. വളപട്ടണം പാലം കയറാൻ തന്നെ 5 മിനിറ്റ് എടുത്തു. ഇപ്പം സമയം 6:30, കറക്റ്റ് 6:30. അപ്പം നോക്കാം. അങ്ങനെ ഞാൻ താഴെച്ചൊവ്വ എത്തി. ഇപ്പം സമയം എത്ര? സമയം 7:10 അല്ല 6:10 അല്ല 7:10. സമയം അപ്പം 7:10. അപ്പം 40 മിനിറ്റ് എടുത്തു. ഇത് വലിയ സമയമൊന്നുമല്ല സത്യം പറഞ്ഞാൽ. ചിലയിടത്തൊക്കെ കുറച്ചൊരു ബ്ലോക്ക് കിട്ടിയതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകുന്നത്, തോട്ടട റോഡ്. ഇതിലെ ലെഫ്റ്റ് കയറി പോയി കഴിഞ്ഞാൽ കുറച്ച് റോഡ് പണിയൊക്കെ നടക്കുന്നതിൻ്റെ കുറച്ച് കട്ടറും ഇതൊക്കെ ഉണ്ട്. അപ്പം ലോറിയും കൂടെ ആയതുകൊണ്ട് വലിയ ലോഡും ഇല്ല. അത് വേണ്ട. അപ്പം ലോറി ആയതുകൊണ്ട് കുറച്ച് കുലുങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇതിലേ പോകാന്ന് വെച്ച്. അവിടെ റെയിൽവേ ക്രോസ് ഉണ്ട്, അതുകൊണ്ട് അവിടെ ഇപ്പം റെഡ് സിഗ്നൽ ഇട്ടിരിക്കുകയാണ്. ഇനി അപ്പം ഇത് കഴിഞ്ഞ് ഇവിടുന്ന് നേരെ ഈ റോഡ് കയറി കഴിഞ്ഞാൽ, റൈറ്റിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ നമ്മൾ നാഷണൽ ഹൈവേയിൽ എത്തും, ടച്ച് ചെയ്യും. അതായത് ഇപ്പം പുതിയ റോഡ് പണി തീർത്ത ഭാഗം, അതായത് മാഹി ബൈപ്പാസിലേക്ക് കയറും ഇവിടുന്ന് നേരെ. നമ്മളങ്ങനെ മാഹിയിൽ പമ്പിലെത്തി. ഫുൾ ടാങ്കിൽ എണ്ണ പറഞ്ഞിട്ടുണ്ട്.
ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളങ്ങനെ ഇപ്പോൾ 13,600 രൂപയ്ക്കാണ് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 600 അപ്പം നമ്മളങ്ങനെ എണ്ണയെല്ലാം അടിച്ച് ഇനി നമ്മൾ വളാഞ്ചേരിയിലാണ് അടുത്ത സ്റ്റോപ്പ്, നമുക്ക് കസ്റ്റമറിനെ സാറക്കാൻ വേണ്ടി. അപ്പോൾ അടുത്ത സ്റ്റോപ്പിന് ആടെയാണ്, ആടുന്ന് ബാക്കി സംഭവമെല്ലാം കാണിക്കാം. നമ്മളങ്ങനെ വളാഞ്ചേരിയിൽ എത്തിയിട്ടുണ്ട്. ഈ വളാഞ്ചേരി ശരിക്കും മലപ്പുറത്തല്ല, തൃശ്ശൂർ ജില്ലയിൽ പെടുന്നൊരു ഭാഗമാണ്. ഞാൻ മലപ്പുറത്താണെന്ന് വിചാരിച്ചത്, അതാ മലപ്പുറം എന്ന് നേരത്തെ പറഞ്ഞത് വീഡിയോയുടെ തുടക്കത്തിൽ. അപ്പോൾ നമ്മളിവിടെ എത്തി, ഇനി സാധനങ്ങളെല്ലാം ഇറക്കി കൊടുക്കണം. നമ്മളങ്ങനെ സാധനമെല്ലാം കസ്റ്റമറിൻ്റെ വെക്കാന്നിരിക്കുന്ന പറമ്പിൽ സാധനമെല്ലാം നമ്മൾ ഇറക്കി കൊടുത്ത് 350 കവുങ്ങാണ് നമ്മൾ ഇറക്കി കൊടുത്തിരിക്കുന്നത്. അതിൽ ഇൻ്റർമംഗളയുണ്ട്, ചവറദാനുണ്ട്, പിന്നെ ശതമംഗള നമ്മൾ ഇക്കൊല്ലം ആക്കിയ പുതിയ കവുങ്ങാണ്. നല്ല ഈൽഡാണ് ഈ ശതമംഗളയിൽ നിന്ന് ലഭിക്കുന്നത്. നല്ല വലിയ അടയ്ക്കയാണ് ശതമംഗളയിൽ നിന്ന് ലഭിക്കുന്നത്. പിന്നെ ശതമംഗളയ്ക്ക് പ്രതിരോധശേഷിയും വളരെ കൂടുതലാണ്. അപ്പം സാധനമെല്ലാം ഇറക്കി ഇനി നമ്മൾ നേരെ കോട്ടയത്തേക്ക് പോവുകയാണ്. ഇനി കോട്ടയത്ത് 8 മണിയാകുമ്പോഴാണ് വണ്ടി എത്തേണ്ടത്. ഈ കാണുന്ന സാധനങ്ങളാണ് ഇനി കോട്ടയത്തേക്ക് ഇറക്കേണ്ടത്. ഇനി ഈ ഇരിക്കുന്ന മൊത്തം 3000 കവുങ്ങും അവിടെ ഇറക്കേണ്ടതാണ്. നമ്മളങ്ങനെ ചാലക്കുടി ഭാഗത്ത് ഒരു 2 മണിക്കൂർ കിടന്നുറങ്ങി നമ്മളിപ്പം കോട്ടയത്ത് എത്താറായി. ഇപ്പം സമയം ഏകദേശം 7 മണി കഴിഞ്ഞു. നമ്മൾ 8 മണിയാകുമ്പോഴാണ് അവിടെ എത്തേണ്ടത്. നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ അവിടെ എത്തണം. നമ്മളങ്ങനെ കോട്ടയത്ത് എത്തി. നമ്മൾ വേറെ ഒരു നേഴ്സറിക്കാരനാണ് ഈ കവുങ്ങ് ഇറക്കി കൊടുക്കുന്നത്. അപ്പം ഇവിടുന്ന് കവുങ്ങ് 3000 ഇറക്കിയതിന് ശേഷം നമുക്ക് ഒരു 1000 റംബുട്ടാൻ്റെ തൈയും കൂടെ ഇവിടെ നിന്ന് എടുക്കണം നമ്മുടെ നേഴ്സറിയിലേക്ക്. അപ്പം ഇവിടുത്തെ നേഴ്സറിയിലെ ചേച്ചിമാരെല്ലാം വണ്ടിയിലേക്ക് കയറാൻ കുറച്ച് പാടുപെടുന്നുണ്ട്. കസേരയൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇതിനകത്തേക്ക് കയറുന്നത്. അപ്പം ഇവിടുന്ന് സാധനങ്ങളൊക്കെ ഇറക്കി തുടങ്ങി. അപ്പം സാധനം എല്ലാം അടുക്കി വെക്കുന്നുണ്ട് പണിക്കാർ. അങ്ങനെ 3000 കവുങ്ങും ഇവിടെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പത്തനംതിട്ടയിൽ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം ആ പുള്ളി കസ്റ്റമർ ഇവിടെ വന്ന് എടുത്തോളാമാണ് പറഞ്ഞത്. അവർക്കുള്ള 300 കവുങ്ങും കൂടി നമ്മളിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പണി എന്ന് പറയുന്നത് നമ്മൾ റംബുട്ടാൻ കയറ്റുവാണ് നമ്മുടെ വണ്ടിയിലേക്ക്. 1000 റംബുട്ടാനാണ് നമ്മൾ കയറ്റുന്നത്. നമ്മൾ കുറച്ചിപ്പം അവിടെ നിന്ന് കയറ്റി. പിന്നെ നമ്മൾ ഈ നേഴ്സറിക്കാരുടെ തന്നെ വേറെ സ്ഥലത്തേക്ക് വന്ന് ഇവിടെ കുറച്ച് റംബുട്ടാൻ ഇരിക്കുന്നുണ്ട് വലുത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വലിയ റംബുട്ടാനാണ് ഇവിടുന്ന് കയറ്റുന്നത്. ഇവിടുന്ന് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലോഡായി 1000 റംബുട്ടാൻ ഫുള്ളായി. ഇനി നമ്മൾ പിന്നെ പോകാൻ പോകുന്നത് തൃശ്ശൂർക്കാണ്. അങ്ങനെ നമ്മൾ 1000 റംബുട്ടാൻ കയറ്റി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് തൃശ്ശൂർക്കാണ്. ഇന്നലെ നമ്മൾ കോട്ടയത്ത് നിന്ന് സാധനം ഇറക്കിയിട്ട് നമ്മൾ തൃശ്ശൂർ വന്നു. ഇന്നലെ രാത്രി തൃശ്ശൂർ എത്താൻ വേണ്ടി ബ്ലോക്കും മഴയൊക്കെ ആയിരുന്നു. അവിടെ രാത്രി ഇവിടെ എത്തിയിട്ട് പിന്നെ ഇന്നലെ ഒന്നും കാണിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഉറക്കമൊഴിഞ്ഞ് മൊത്തം കോട്ടയത്തേക്ക് വണ്ടി ഓടിച്ചത്. അപ്പം എത്തിയവാളെ കുടിച്ച് അങ്ങനെ കടന്ന്. പിന്നെ രാവിലെ ഞാനും പപ്പയും കൂടിയാണ് വന്നത്. പപ്പ രാവിലെ 7 മണിയാകുമ്പോൾ എണീച്ച് ലോറിയും കൊണ്ട് പോയി സാധനങ്ങളെല്ലാം കയറ്റാൻ വേണ്ടി വന്നു. മണ്ണൂത്തിയിൽ ഓരോ നേഴ്സറിയിൽ നമ്മൾ ആദ്യം സെലക്ട് എല്ലാം ചെയ്ത് വേണം എടുക്കാൻ വേണ്ടി. അപ്പം കുറച്ച് സമയം എടുക്കും. പപ്പ രാവിലെ എണീച്ച് പോയി. ഞാൻ കുറച്ച് നേരം കൂടെ ഉറങ്ങി. എണീച്ചിട്ട് പോകാൻ വെച്ചു. ഇപ്പം സമയം 11:30 ഞാൻ കുളിച്ച് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഞാൻ ഇനി ഓട്ടോ എല്ലാം വിളിച്ചിട്ട് വേണം പോകാൻ വേണ്ടി, പപ്പയുള്ള നേഴ്സറിയിലേക്ക് പോകാൻ വേണ്ടി. അപ്പം അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഞാൻ അങ്ങനെ ഓട്ടോ വിളിച്ച് പപ്പയുള്ളിടത്തേക്ക് ഇപ്പം പോയിക്കൊണ്ടിരിക്കുവാണ്. ഈ മണ്ണൂത്തിലേക്ക് എപ്പോഴും അങ്ങനെ ബസ് കാണാറില്ല. അപ്പം പിന്നെ നമ്മൾ നേഴ്സറി ഉള്ള സ്ഥലത്തേക്ക് മാത്രമായിട്ട് അങ്ങനെ ബസ്സൊന്നും റൂട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഓട്ടോ വിളിച്ച് പോയാലേ ശരിയാവുള്ളൂ. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഓട്ടോ വിളിച്ച് പോകുന്നത്. അപ്പം ഞാനിവിടെ നേഴ്സറിയിൽ എത്തിയിട്ടുണ്ട്. പപ്പ രാവിലെ ഇറങ്ങിയത് കൊണ്ട് പപ്പ കുറേ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി ഓൾറെഡി. ഇനി കുറച്ച് പോകാൻ കൂടെ കയറ്റാനുള്ളൂ. ഇവിടെ നിന്നാണ് നമ്മൾ ലോഡ് ഫുള്ളാക്കിയിട്ട് പോവാറ്. ഈ നേഴ്സറിയിൽ നിന്നാണ് നമ്മളെപ്പോഴും അവസാനത്തെ ലോഡ് സെറ്റ് ചെയ്യാറ്. ഇനി ഇത്രയും സ്പേസും കൂടി ഉള്ളൂ. ഇവിടുന്ന്
ആ സ്പേസും കൂടി ഫില്ല് ചെയ്ത് നമ്മൾ ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പയ്യന്നൂർക്ക്. അപ്പം ലോഡെല്ലാം കയറ്റി നമ്മളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ വിട്ടു. ഇപ്പം സമയം 4 മണി കഴിഞ്ഞ് ഇനി നേരെ കണ്ണൂർക്ക്. അപ്പം നമ്മുടെ നേഴ്സറിയിൽ എല്ലാവിധ ഫ്രൂട്ട്സിൻ്റെ സ്റ്റോക്കും അപ്പം റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് എല്ലാവരും സാധനം വാങ്ങാൻ വരിക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.